കൊടുത്തതിന്റെ പേരിൽ, തന്റെ യജമാനൻ കുറച്ച് വെള്ളം കൊടുത്തതിന്റെ പേരിൽ, തന്റെ യജമാനൻ കുറച്ച് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ വാൾത്തലപ്പുകൾ ഏറ്റുമുട്ടുന്ന രണഭൂമിയിലേക്ക്, യുദ്ധഭൂമിയിലേക്ക് തന്റെ യജമാനെ വഹിച്ചു കൊണ്ടുപോകുന്ന കുതിരകളെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? കിതച്ചോടുന്ന കുതിര, ആ കിതച്ചോടുന്ന കുതിരയുടെ കുളമ്പുകളെങ്ങാനും ഒരു കല്ലിൽ തട്ടിയാൽ തീപ്പൊരി പാറുമാർ അതിവേഗം അതിശീഘ്രം പായുന്ന കുതിര. ആ കുതിര പോയിട്ട് രണഭൂമിയുടെ നിൽക്കുകയല്ല, മടിച്ചു നിൽക്കുകയല്ല, നേരെ മറിച്ച് ആ ശത്രു സൈന്യത്തിന്റെ നടുക്കളത്തിലേക്ക് തന്നെ തന്റെ യജമാനന് വേണ്ടി ജീവാർപ്പണം ചെയ്തെടുത്തു ചാടുന്ന കുതിര. ആ കുതിര എന്ന നാൽക്കാലിയെ മുന്നിൽ നിർത്തി റബ്ബ് പറയാണ്, ഈ രൂപത്തിൽ തന്റെ യജമാനന് വേണ്ടി സ്വജീവം പോലും സമർപ്പിക്കാൻ തയ്യാറാകുന്ന നന്ദിയുള്ള നാൽക്കാലിയായ കുതിര. ആ കുതിര തന്നെയും സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. കുതിര തന്റെ യജമാനോട് നന്ദി കാണിക്കുമ്പോ ഇരുകാലിയായ മനുഷ്യൻ തന്റെ യജമാനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. അതിന് പുറത്തുനിന്ന് സാക്ഷിയുടെ ആവശ്യമില്ല, പുറത്തുനിന്ന് തെളിവിന്റെ ആവശ്യമില്ല. അതിന് തെളിവ് അവൻ തന്നെയാണ്, അവന്റെ ചിന്ത തന്നെയാണ്, അവന്റെ സംസാരം തന്നെയാണ്, അവന്റെ ഇടപെടലുകൾ തന്നെയാണ്. എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയത്? അവന് സമ്പത്തിനോടുള്ള പ്രേമം കൂടിപ്പോയി, തിരക്കായി, ബിസിയായി. റബ്ബിനെ കുറിച്ച് ഓർക്കാൻ നേരമില്ല, ഇബാദത്തിന് സമയമില്ല, അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിക്കാൻ നേരമില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള മനസ്സില്ല. എന്തേ കാരണം? അവൻ തിരക്കിലാണ്, അവൻ ബിസിയിലാണ്, അവൻ ഓട്ടത്തിലാണ്, ഓട്ടപ്പാച്ചിലാണ്. എപ്പോഴാണ് ഈ ഓട്ടം അവസാനിക്കുന്നത്? എപ്പോഴാണ് ഈ ഓട്ടപ്പാച്ചിൽ അവസാനിക്കുന്നത്? എപ്പോഴാണ് അവന് സമയം കിട്ടുന്നത്? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. നേരമില്ലാത്തവന് നേരം കിട്ടുന്നൊരു സമയമുണ്ട്. ഫുൾ ടൈം ബിസി ആയവന് പണിയില്ലാതാകുന്നൊരു നേരമുണ്ട്. അത് അവസാനമായി അല്ലാഹു എണ്ണിത്തന്ന ശ്വാസം. ഒരു ദിവസം, ഒരു പകലിൽ 12,000 വട്ടം, ഒരു രാത്രിയിൽ 12,000 വട്ടം, അങ്ങനെ ഒരു ദിവസം 24,000 വട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിത്തന്ന ശ്വാസത്തിൽ അവസാന ശ്വാസവും വലിച്ച് സക്രാത്തിന്റെ വലിയും വലിച്ചവൻ നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നവന് തിരക്കില്ല. അതുവരെ തക്കാത്തുർ പെരുപ്പിക്കാനുള്ള ഓട്ടമാണെങ്കിൽ, അതുവരെ പൊങ്ങച്ചത്തിനുള്ള ഓട്ടമാണെങ്കിൽ, അതുവരെ പൊങ്ങച്ചത്തിനുള്ള മത്സരമാണെങ്കിൽ, ഖബറിൽ പോയി അവനിതാ ആശ്വസിച്ചു കിടക്കുകയാണ്, തിരക്കില്ലാതെ കിടക്കുകയാണ്, ബഹളമില്ലാതെ കിടക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത് കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. പിന്നെ വിവരം അവിടെ മുതൽ അറിയും കേട്ടോ. ഖബർ മുതൽ നീ വിവരം അറിയാനുണ്ടെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞില്ലേ? അവിടെ മുതൽ അറിയാനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മനുഷ്യനെ സംബന്ധിച്ച് വരാനുള്ള ലോകം, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ലോകം, നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയ വലിയ വലിയ ബിസിമാന്മാർ, വലിയ വലിയ നേതാക്കൾ, ഓട്ടപ്പാച്ചിൽ നടത്തിയ ആളുകൾ, ലോകം വെട്ടിപ്പിടിക്കാൻ നടന്ന ആളുകൾ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയ ആളുകൾ, ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ? അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ? ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ? മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ? കുതിരപ്പുറത്തു സവാരി ചെയ്തവരല്ലേ? ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ? സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ? പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ? ഇന്നലകളിൽ കഴിഞ്ഞുപോയ വലിയ വലിയ ഏമാന്മാർ അവസാനം തിരക്കൊഴിഞ്ഞിന്നവർ കബറടിയിൽ കിടക്കുകയാണ്, മണ്ണടിയിൽ കിടക്കുകയാണ്, ഖബറിന്റെ ഉള്ളിൽ കഴിയുകയാണ്. അല്ലാഹ് പറയുന്നു, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ആ ഒരു അവസ്ഥയിലേക്ക് നീ എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് കൃത്യമായ ഇൽമ നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ, കൃത്യമായി നീ അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, റബ്ബിനെ നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്വം നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ റബ്ബിനെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, അല്ലാഹ് പറയുന്നു, അവൻ ഖരീബല്ലയോ? അവൻ നിന്നെ അറിയുന്നവനല്ലയോ? നിന്റെ പ്രശ്നങ്ങൾ അറിയുന്നവനല്ലയോ? നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെൽപ്പുള്ളവനല്ലയോ? ചോദിച്ചാൽ തരുന്നവനല്ലയോ? ചോദിക്കാതെ തന്നെയും തന്നവനല്ലയോ? ആ റബ്ബിനെ കൽബിനെ
റബ്ബിനേറ്റാൻ, ആ റബ്ബിനെ നെഞ്ചിലേറ്റാൻ എന്താണ് മടിയെന്ന് ഖുർആൻ ചോദിച്ചില്ലേ? വളരെ സ്നേഹത്തോടെ റബ്ബ് സംസാരിച്ചില്ലേ? അമ്പിയാക്കളിലൂടെ പറഞ്ഞു തന്നില്ലേ? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ ദാസൻ എന്നെ കുറിച്ച് നബിയെ നിങ്ങളോട് ചോദിച്ചാൽ അല്ലാഹു പറയാണ് ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഖരീബാണ്. ഖരീബാണ്. മനുഷ്യ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും അറിയുന്നവൻ അവനാണ്. ആ റബ്ബിനെ അറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിസന്ധികളെയും അവർ തരണം ചെയ്യുന്നത്. ജോർജ് എബ്രഹാം എന്ന പേര് അറിയപ്പെട്ട ഒരു ഡോക്ടർ, നിങ്ങൾക്കറിയാം, അദ്ദേഹം അറിയപ്പെട്ട ഒരു ഡോക്ടറാണ്. 4000-ലധികം സർജറികൾ നടത്തിയ ആളാണ്. ഒരു മാസത്തിൽ 1 കോടിയോളം രൂപ സാലറി വാങ്ങാൻ കെൽപ്പുള്ള ആളാണ്. കേരളത്തിലെ അറിയപ്പെട്ട ഹോസ്പിറ്റലുകളിൽ വിദഗ്ധരായ ഡോക്ടേഴ്സിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ കണ്ടു അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഒരു കയറിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹം കോടികൾ മുടക്കി വാങ്ങിയൊരു ഫാമിൽ പോയിട്ട് അവിടെ ചെന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം അറിയപ്പെട്ട ഡോക്ടറാണ്. ഈ മഹാപ്രപഞ്ചം, ഈ വലിയ ലോകം, ആ വലിയ ലോകത്തിന്റെ വലിപ്പം എത്രയാണ്? 460 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട ഒരു പ്രകാശം എത്തി. അത് നമ്മുടെ ടെലസ്കോപ്പിൽ പതിഞ്ഞൊരു ഫോട്ടോയായി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ 460 കോടി കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ചിത്രമാണ് നമ്മുടെ കയ്യിലെത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയാണ്? ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആശയതലങ്ങൾ ലോകത്തിന് കൈമാറിയ ആളുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, തഅമ്മൽ ഫീ നബാതിൽ അർളി വൻദുർ ഇലാ ആഥാരി മാ സനഅൽ മലീകു ഉയൂനും മിൻ ലുജൈനിൻ നാദിറാത്തുൻ بأحداقه الذهب السبيك على قضب الزبرجد شاهدات بأن الله ليس له شريك. ഈ മഹാപ്രപഞ്ചം അനന്തപജ്ഞാതം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം ഇരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന് നാലപ്പാട്ട് പാടിയതുപോലെ ഈ മഹാപ്രപഞ്ചം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ വലിപ്പം നോക്കിയാൽ അതിൽ ഏറ്റവും ഒരു കടുകുമണിയോളം വലിപ്പമുള്ള ഭൂമിയെ നോക്കിയാൽ, ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച അലങ്കാരങ്ങളെ നോക്കിയാൽ, ഈ മഹാപ്രപഞ്ചത്തിന്റെ ചെറുതും വലുതുമായ സംവിധാനങ്ങളിലേക്ക് നോക്കിയാൽ ഏതൊരു മനുഷ്യനും ഉറപ്പായി ബോധ്യപ്പെടുന്ന സംഗതിയാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ബി അന്നല്ലാഹ ലൈസ ലഹു ശരീകു, അവന് കൂറുകാരനില്ല, അവന് തുല്യനില്ല, അവന് കൂറുകാരായി ആരുമില്ല, അവനെ പോലെ ഒരാളും ഇല്ല. ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ അല്ലാഹു, അദ്വിതീയനായ അല്ലാഹു, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനായ അല്ലാഹു, ജനിതകനോ ജാതകനോ അല്ലാത്തവനായ അല്ലാഹു, അവന് തുല്യമായി യാതൊന്നുമില്ലെന്ന് ഖുർആനിൽ അസന്നിഗ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോൾ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായ ഒരാളും അവനെ പോലെയൊന്നുമില്ല. അത് കാരണം ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സർവമാന വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ ഖുദ്റത്തിനോളം, അവന്റെ മഹത്വത്തോളം, അവന്റെ വലിപ്പത്തോളം, അവന്റെ മഹാത്മ്യത്തോളം വലിപ്പമേറാൻ ലോകത്തൊന്നുമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഒരു ചെറിയ കടുകുമണി മുതൽ, അല്ലെങ്കിൽ ഒരു മണൽത്തരി മുതൽ, ഒരു ശ്വാസകോശം മുതൽ, ഒരു കിഡ്നി മുതൽ, ഒരു സെല്ല് മുതൽ, ഒരു സെല്ലോപ സെല്ല് മുതൽ, ഒരു നാഡി മുതൽ, ഒരു നരമ്പ് മുതൽ സർവ്വതും അല്ലാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയുന്നുവെങ്കിൽ അല്ലാഹുവിന് തുല്യനായ ഒരാളുമില്ല എന്നുള്ള അസന്നിഗ്ധമായ, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത അടിസ്ഥാനപരമായ ആദർശം, ആ ആദർശത്തിന് കാലദേശങ്ങളുടെ പരിധിയില്ല, പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ല, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും വിവേചനമില്ല. നേരെ മറിച്ച് റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, വിശാല വിസ്തൃതമായ ആകാശ
ആകാശ ലോകങ്ങളുടെ റബ്ബ്, ഭൂമിയുടെ റബ്ബ്, വമാ ബൈനഹുമാ ആകാശ ഭൂമികൾക്കിടയിലെ നിരവധി വസ്തുക്കൾ, കോടാനകോടി വസ്തുക്കൾ, അതിന്റെ മുഴുവനും റബ്ബായവൻ. ഫഅബ്ദുഹു, ആ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. വസ്തബിർ ലിഇബാദതിഹി, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല, നേരെ മറിച്ച് അന്ത്യശ്വാസം വരെ, അവസാന നിമിഷം വരെ, കണ്ണടക്കുന്ന നിമിഷം വരെ, അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിർണയിച്ചു തന്ന ശ്വാസം കഴിക്കുന്നത് വരെ വസ്തബിർ ലിഇബാദതിഹി, ആ ഇബാദത്ത്, റബ്ബിനുള്ള ഇബാദത്തിൽ ക്ഷമിച്ചു നിലകൊള്ളണേ. ഹൽ തഅലമു ലഹു സമീയാ, 300 ചില്ലാനം വിഗ്രഹങ്ങളെ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ വെച്ച് പൂജിച്ച അറബികളോടുള്ള ചോദിക്കുകയാണ്, ഹൽ തഅലമു ലഹു സമീയാ, അല്ലാഹുവിന് പേരൊത്ത ഒരുത്തനുണ്ടോ? ഇബ്രാഹിം നബി ആരാധിച്ചവര്, ഇസ്മായിൽ നബിയോട് ദുആ ചെയ്തവര്, ലാത്തക്ക് നേർച്ച നേരുന്നവര്, ഹുബുൽ ആലയെ കൊണ്ട് സത്യം ചെയ്ത ആളുകള്, അങ്ങനെ വിശുദ്ധമായ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, വിശുദ്ധമായ ഭൂമിയിൽ ആദ്യമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ പണി കഴിക്കപ്പെട്ട ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള മാർഗദർശക കേന്ദ്രമായ വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പോലും ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബി ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ, ഹുബുൽ ആലയുടെ, അങ്ങനെ പ്രവാചകന്മാരും അല്ലാത്തവരുമായവരുടെ വിഗ്രഹമടക്കം ഉണ്ടാക്കി വെച്ച് അതിനെ പൂജിച്ച മനുഷ്യരോട് അവരോട് റബ്ബ് ചോദിക്കുന്നത് ഹൽ തഅലമു ലഹു സമീയാ, അല്ലാഹുവിന് പേരൊത്ത ഒരുത്തനുണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, അൽ ഖൗമു കാനൂ മുഅ്തരിഫീന ബിവുജൂദില്ലാഹി തആല, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ ദൈവനിഷേധികളായിരുന്നില്ല, അല്ലാഹുവിനെ അറിയാത്തവരായിരുന്നില്ല, അല്ലാഹുവിനെ അവർക്കറിയാമായിരുന്നു. മുഅ്തരിഫീന ബിവുജൂദില്ലാഹ്, അല്ലാഹുവിന്റെ അസ്തിത്വം അവർ അംഗീകരിച്ചിരുന്നു. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, മുഹമ്മദ് നബി എതിർത്ത, മുഹമ്മദ് നബിയെ കല്ലെറിഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോൾ പ്രവാചകന്റെ മുതുകത്തെ കൊട്ടകത്തിന്റെ കുടൽമാല എടുത്ത് വെച്ച് പ്രവാചകനെ പ്രയാസപ്പെടുത്തിയ ഈ ഉമ്മത്തിലെ ഫറോവയായി അറിയപ്പെട്ട അബൂജഹലടക്കമുള്ള ആളുകളോട് അങ്ങ് ചോദിക്കു നബിയേ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ പടച്ചതെന്ന്, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത് എന്ന്, ആരാണ് ഭൂമിയെ പടച്ചതെന്ന് അബൂജഹലിനോട്, ഉത്ബത്തിനോട്, ശൈബത്തിനോട്, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, നിസ്സംശയം അവർ മറുപടി പറയും അല്ലാഹയാണെന്ന്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹ് പറയാണ്, അതെ ആ മുശ്രിക്കുകളോട് മയ്യുദബ്ബിറുൽ അംറ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനാരാണെന്ന് ചോദിച്ചാൽ, മയ്യുനസ്സിലുൽ ഗൈസ്, ആരാണ് മഴ ചൊരിഞ്ഞു തരുന്നത് എന്ന് ചോദിച്ചാൽ, ആ മക്കയിലെ മുശ്രിക്കുകളായ അബൂജഹലടക്കമുള്ള ആളുകൾ, പക്കാ മുശ്രിക്കുകൾ പറയുന്ന മറുപടി ലയഖൂലുന്നല്ലാഹ്, അല്ലാഹയാണെന്ന് അവർ മറുപടി പറയും നബിയേ എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഫഖ്റുദ്ദീൻ റാസി പറയുന്നത്, അൽ ഖൗമു കാനൂ മുഅ്തരിഫൂന ബിവുജൂദില്ലാഹ്, അല്ലാഹുവിന്റെ അസ്തിത്വം അംഗീകരിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ എന്ന് മാത്രമല്ല, വമാ അത്ലഖൂ ലഫ്ളല്ലാഹി അലാ അഹദിൻ സിവല്ലാഹി സുബ്ഹാനഹു, അവർ ലാത്തെ ഇലാഹെന്ന് വിളിച്ചിട്ടുണ്ട്, ഉസ്സ ഇലാഹെന്ന് വിളിച്ചിട്ടുണ്ട്, മനാത്തെ ഇലാഹെന്ന് വിളിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി ഇലാഹെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരു പടപ്പിനെയും അവർ അല്ലാഹ് എന്ന് വിളിച്ചിട്ടില്ല. വമാ അത്ലഖൂ ലഫ്ളല്ലാഹി അലാ അഹദിൻ സിവല്ലാഹി സുബ്ഹാനഹു വ തആല, യഥാർത്ഥത്തിൽ ആകാശ ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏക ഇലാഹിനെ മാത്രമാണ് അവർ അല്ലാഹ് എന്ന് പേരിട്ട് വിളിച്ചത്. അതിന് തെളിവ് റാസിമാം പറയുന്നത്, ഖുർആൻ ചോദിച്ചില്ലയോ, ഹൽ തഅലമു ലഹു സമീയാ, അല്ലാഹുവിന് പേരൊത്ത ഒരുത്തൻ നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന് പേരെത്ത ഒരുത്തരം നിങ്ങൾക്കറിയോ? അപ്പൊ അള്ളാഹു എന്ന ആ അസ്തിത്വത്തെ, ആ റബ്ബിനെ, അവനെ സംബന്ധിച്ച് അവന്റെ വജൂദിനെ അറിയുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. എന്നാൽ അള്ളാഹുവിന് പുറമെ പരശക്തികൾ അവർ പ്രാപിച്ചു. അള്ളയല്ലാത്തവരോട് ദുആ ചെയ്തു, അള്ളയല്ലാത്തവർക്ക് നേർച്ച നേർന്നു, പടപ്പുകൾ അവർ ആരാധിച്ചു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വിളിച്ചു പറഞ്ഞത് ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു ഏകനാണ്, അദ്വിതീയനാണെന്ന് പറഞ്ഞ
പറഞ്ഞാൽ ഹുവൽ വാഹിദുൽ അഹദുൽ ലദീ ലാ നദീറ ലഹു വലാ വസീറ വലാ നദീദ വലാ ശബീഹ വലാ അദീൽ. അല്ലാഹുവിന് തുല്യനായി ഒന്നുമില്ല. അവന് വസീറില്ല, അസിസ്റ്റന്റിന്റെ ആവശ്യമില്ല. അവന് തുല്യനായി ഒന്നുമില്ല, അവന് സദൃശ്യനായി ഒന്നുമില്ല, അവന് പകരമായി ഒന്നുമില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ ജലാലത്തിന്റെ ഇസ്മാണ് അല്ലാഹു എന്നുള്ളത്. വലാ യുത്ലഖു ഹാദൽ ലഫ്ദു അലാ അഹദിൻ ഫിൽ ഇസ്ബാതി ഇല്ലാ അലല്ലാഹ്. യഥാർത്ഥത്തിൽ ആകാശ ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ അല്ലാതെ ആ പേര് യോജിക്കുന്നില്ല. لأنه الكامل في جميع صفاته وأفعاله. റഹ്മാൻ എന്ന്, റഹീം എന്ന്, മാലിക്കുൽ മുലൂക്ക് എന്ന്, അതുപോലെ സിത്തീർ എന്ന്, മന്നാൻ എന്ന്, ഹന്നാൻ എന്ന്, അങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായവന്റെ പേരുകൾ. ആ പേരുകൾ ഏത് പേര് വിളിച്ചാലും, അല്ലാഹുവിന്റെ ഏത് സിഫത്ത് പറഞ്ഞാലും, ആ സിഫത്തിലും ആ ഇസ്മാഉകളിലും എല്ലാം ഉൾച്ചേർന്നൊരു വാക്കുണ്ട് എങ്കിൽ അത് അല്ലാഹ് എന്ന വാക്കാണ്. റബ്ബ് എന്ന അല്ലാഹു എന്ന വാക്കാണ്. ആ അല്ലാഹുവിനെ അടയാളപ്പെടുത്താത്തതൊന്നും ലോകത്തില്ല. ആ അല്ലാഹുവിനെ വിളിച്ചു പറയാത്തതൊന്നും ലോകത്തില്ല. ആ അല്ലാഹുവിനെ കുറിച്ച് പറയാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ടാണ് ദൈവനിഷേധികളായ, നിരീശ്വരവാദികളായ, ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ നോക്കിയിട്ട് പാടപ്പെട്ടത് ഫയാ അജബൻ കൈഫ യുസൽ ഇലാഹു അം കൈഫ യജ്ഹദുൽ ജാഹിദ്. ഏകനായ അല്ലാഹുവിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നടാ? അത് അത്ഭുതമാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നിഷേധിക്കുക എന്നുള്ളത്. വഫീ കുല്ലി ശൈഇൻ ലഹു ആയ തദുല്ലു അലാ അന്നഹു വാഹിദ്. ഈ മഹാപ്രപഞ്ചത്തിലെ സർവ്വതും, ഈ ലോകത്തുള്ള സർവ്വതും അല്ലാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചു പറയുന്നതാണല്ലോ, അവന്റെ വഹ്ദാനിയത്തിനെ വിളിച്ചു പറയുന്നതാണല്ലോ. സർവ്വതും അല്ലാഹുവിനെ കുറിച്ച് പറയുന്നുവല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചത് ഈ മഹാപ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സർവ്വമാന വസ്തുക്കളെയും ചൂണ്ടി വെല്ലുവിളിച്ചത്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി. താരസമൂഹം നിറഞ്ഞ, താരാപഥങ്ങൾ നിറഞ്ഞ, ഗാലക്സികൾ നിറഞ്ഞ, ക്ഷീരപഥങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലെ നോക്കി, ആകാശമണ്ഡലങ്ങൾ നോക്കി അല്ലാഹു പറയാണ് ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. കാണാവുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ പടച്ചവനാണവൻ. മാത്രമല്ല ഭൂമിയിൽ സർവ്വവിധ ജീവജാലങ്ങളെയും വാരി വിതറിയവനാണവൻ. മനുഷ്യൻ ചന്ദ്രയാൻ നടത്തുകയാണ്, മംഗൾയാൻ നടത്തുകയാണ്, ചൊവ്വയിൽ കയറി എത്തി നോക്കുകയാണ്, ചന്ദ്രനിൽ പോയി എത്തി നോക്കുകയാണ്. എന്തേ മനുഷ്യൻ അറിയേണ്ടത്? അവിടെ എവിടെയെങ്കിലും ജീവന്റെ അംശമുണ്ടോ എന്നാണ് അവൻ അറിയേണ്ടത്. വെള്ളത്തിന്റെ കണമുണ്ടോ എന്നാണ് അവൻ അറിയേണ്ടത്. ചൊവ്വയിലോ ചന്ദ്രനിലോ മറ്റു ഗ്രഹങ്ങളിലോ പോയിട്ട് അവിടെയെല്ലാം ജീവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വസിക്കുന്ന ഭൂമിയിലെ ഓരോ മൈക്രോ ഇടങ്ങളിലും ജീവന്റെ തുടിപ്പാണ്. സർവ്വയിടങ്ങളിലും ജീവനാണ്. വിശാലമായ ഭൂമിയുടെ ഓരോ ഇടങ്ങളിലും അല്ലാഹു വ്യത്യസ്തങ്ങളായ കോടാനകോടി ജീവജാലങ്ങളെ വാരി വിതറിയില്ലയോ? മാത്രമല്ല ആ ഭൂമിയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഴ ചൊരിഞ്ഞു തന്നില്ലയോ? ആ മഴ സൗജുൽ അർദ്, ഭൂമിയുടെ ഇണയല്ലയോ? ആ ഭൂമിയുടെ ഇണയായ മഴ ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ ഫഅംദത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അതേ മനുഷ്യ ജീവിതത്തിന്റെ മാത്രമല്ല നാൽക്കാലികളുടെ ജീവനുള്ള വസ്തുക്കളുടെ ആഹാരത്തിന്റെ അടിസ്ഥാനമായ സസ്യലതാദികളെ മുളപ്പിച്ചു തന്നില്ലയോ അല്ലാഹു അതുവഴി? അങ്ങനെ ചെറുതും വലുതുമായ ഭൂമിയിലെയും ആകാശലോകത്തെയും ഈ പറയുന്ന പ്രതിഭാസങ്ങളെ ചൂണ്ടി, വിശാല വിസ്തൃതമായ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചൂണ്ടി, അലറി വിളിക്കുന്ന സമുദ്രത്തെ ചൂണ്ടി, ഭൂമിയിലെ കാനനങ്ങളെയും കാട്ടാറുകളെയും കാട്ടുമൃഗങ്ങളെയും നാൽക്കാലികളെയും ഇഴജന്തുക്കളെയും ചെറുതും വലുതുമായ സർവ്വതിനെയും ചൂണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹാദാ ഖൽഖുല്ലാഹ്, ഹാദാ ഖൽഖുല്ലാഹ്, ഹാദാ ഖൽഖുല്ലാഹ്.
പിളർന്ന് വളരുന്ന ഏകകോശ ജീവിയായ അമീബ മുതൽ അതേ നീലത്തിമംഗലം വരെയുള്ള സർവമാന ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ ഞാനാണ്. ഇത് മുഴുവനും എന്റെ പടപ്പാണ്, ഇത് മുഴുവനും എന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ലോകത്ത് അല്ലാഹുവിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും, അവൻ ബാബയാകട്ടെ, ബീവിയാകട്ടെ, ശൈഖാകട്ടെ, തങ്ങളാകട്ടെ, വലിയാകട്ടെ, മുനിയാകട്ടെ, മഹർഷിയാകട്ടെ, ആരാകട്ടെ, റബ്ബിന് പുറമെ, പടച്ചവന് പുറമെ ആരെങ്കിലും ലോകത്ത് എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ, സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നു കൊണ്ടുവന്ന് കാണിക്കാമോ? റബ്ബു തആലയുടെ വെല്ലുവിളിയാണ്. ആ റബ്ബിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കാണിച്ചു തരൂ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുമ്പോ, റബ്ബു തആല വിളിക്കുമ്പോ അതെ അതിന് മറുപടിയായി ലോകം മുഴുവൻ ഒന്നടങ്കം പറയാനുള്ള വാചകം ഖുർആൻ തന്നെ പറഞ്ഞു. അവരാരും തന്നെ ഒരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല. മനുഷ്യൻ പുരോഗമിച്ചു, വളർന്നു, വലുതായി. ആധുനിക ലോകത്ത് അതിനാധുനികമായ ടെക്നോളജികൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. പക്ഷേ അവരാരും ഒരു ഈച്ചയെ പോലും നാളിതുവരെ പടച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലും അവർ പടച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലും അവർ പടച്ചിട്ടില്ലെന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുമ്പോ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഖാലിഖായ മുദബ്ബിറായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബ് വിളിക്കുകയാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും. ഇരുകാലികളെ മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്, സംസാരിക്കുന്നവനാണ്, സവിശേഷതയുള്ളവനാണ്. അതുകൊണ്ടാണ് അത്തിമരത്തെ സാക്ഷി നിർത്തി അല്ല പറഞ്ഞത്, ഒലീവിനെ സാക്ഷി നിർത്തി അല്ല പറഞ്ഞത്, ഫലസ്തീനെ സാക്ഷി നിർത്തി അല്ല പറഞ്ഞത്, മക്കാ മരുഭൂമിയെ സാക്ഷി നിർത്തി അല്ല പറഞ്ഞത്, തുർസീന പർവ്വതത്തെ സാക്ഷി നിർത്തി അല്ല പറഞ്ഞത്, വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അത്തി തന്നെയും സത്യം, ഒലീവ് തന്നെയും സത്യം. അഥവാ ഇന്നും അതേ തീക്കാറ്റ് പാറുന്ന ഫലസ്തീന്റെ മണ്ണിനെ സാക്ഷ്യപ്പെടുത്തി അല്ല പറയുകയാണ്, അത്തിയും ഒലീവും പൂത്തലയും ഫലസ്തീൻ തന്നെയും സത്യം, വതൂരി സീനീൻ തൂരിസീന പർവ്വതം തന്നെയും സത്യം, വഹാദൽ ബലദിൽ അമീൻ മക്ക എന്ന ഈ രാജ്യം തന്നെയും ഉമ്മുൽ ഖുറ തന്നെയും സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല പ്രകൃതിയിലാണ് നാം മനുഷ്യനെ പടച്ചത്. ഏറ്റവും നല്ല പ്രകൃതിയിലാണ് നാം മനുഷ്യനെ പടച്ചത്. ആ ഏറ്റവും നല്ല പ്രകൃതിയിൽ പടക്കപ്പെട്ട മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റബ്ബ് തആല ചോദിക്കുകയാണ്, ചിന്തിക്കുവാനുള്ള കഴിവ് അല്ലാഹ് നിനക്ക് തന്നിട്ട്, ആലോചിക്കുവാനുള്ള കഴിവ് തന്നിട്ട്, ദഹനേന്ദ്രിയ വ്യവസ്ഥ തന്നിട്ട്, അതുപോലെ തന്നെ ഇടപെടാനുള്ള കഴിവ് നൽകിയിട്ട്, ഭൂമിയിൽ അതേ ഖലീഫയായി തുടരെ തന്റെ വിജ്ഞാനങ്ങളെ അടുത്ത തലമുറക്ക് കൈമാറി ജീവിക്കാൻ അവസരം തന്നിട്ട് റബ്ബ് തആലയെ അറിയാതെ പോയോ? റബ്ബ് തആലയെ മനസ്സിലാക്കാതെ പോയോ? വല്ലാദിയാതി ലബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅതർന ബിഹി നകഉ ഫവസത്ന ബിഹി ജംആ. ഉദരവുമായി വയറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കോടികൾ കയ്യിലുണ്ട്, പക്ഷേ അത് പരിഹരിക്കാൻ തന്റെ കയ്യിലുള്ള നോട്ടുകെട്ടുകൾ കൊണ്ട് കഴിയുന്നില്ല. അതാണ് ദുനിയാവ്, അതാണ് ഈ ലോകം. ദാറുൽ ബലാ. ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഐഹിക ലോകത്ത് പട്ടിണിയും വിശപ്പും ഭയവും ദാരിദ്ര്യവും സാമ്പത്തിക മാന്ദ്യവും വേണ്ടപ്പെട്ടവരുടെ മരണവും വേർപെടലും ഒക്കെയായുള്ള പരീക്ഷണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഉണ്ടാവുക തന്നെ ചെയ്യും. റബ്ബ് പറഞ്ഞില്ലേ, ഫബശ്ശിരി സ്വാബിരീൻ. ആ ജീവിൽ പരീക്ഷണങ്ങളിൽ ക്ഷമയവലംബിക്കുന്നവരാരോ അവർക്കാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കേണ്ടത്. ആരാണ് ക്ഷമാലുക്കൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ ജീവിതത്തിൽ ഏത് മുസീബത്തുകൾ അവരെ ബാധിച്ചാലും, ഏത് പ്രയാസം അവരെ ബാധിച്ചാലും അവര് പറയുന്ന വാചകം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അല്ലാഹുവിൻ്റെതാണ്, അവനിലേക്ക് മടങ്ങാനുള്ളവരാണ്. ഇത് ലോകത്ത് പറഞ്ഞു തരാൻ അമ്പിയാക്കൾക്കേ കഴിയൂ. ഇത് ലോകത്ത് പറഞ്ഞു തരാൻ ഔലിയാക്കൾക്ക് കഴിയൂ. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, റബ്ബിനെ കുറിച്ച് പറയാൻ, ആ നിലക്ക് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം കൊടുക്കാൻ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമേ കഴിയൂ.
അതല്ലാതെ പുറത്തുനിന്ന് വരുന്ന ശക്തികളോ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവരിലേക്ക് അവർ വിളിച്ചു കൊണ്ടുപോകും. അള്ളാഹു അല്ലാത്ത ശക്തികളിലേക്ക്, പടപ്പുകളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകും. ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു പടപ്പിലേക്ക് ആരെങ്കിലും തിരിഞ്ഞാൽ ആരെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ള പരശക്തികളെ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയാൽ അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. അവരെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോയെന്ന് വരാം, കാറ്റ് തട്ടിയെടുത്തുകൊണ്ടുപോയെന്ന് വരാം. അതുകൊണ്ടാണ് പാറുന്ന മനസ്സുമായി ലോകത്തിലെ ശിർക്കിന്റെ വാഹകരെന്നും കഴിച്ചുകൂട്ടുന്നവർക്ക് സ്ഥിരതയില്ല, സ്ഥൈര്യമില്ല. ഈമാനുള്ള മനുഷ്യർ അല്ലാഹു അവർക്ക് സ്ഥൈര്യം കൊടുക്കുമെന്നാണ് ഉറപ്പ്, ദുനിയാവിലും ആഖിറത്തിലും, ദുനിയാവിലും ഖബറിലും. എന്തുകൊണ്ട്? തൗഹീദ് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വളരെ കൃത്യമായ പ്രഖ്യാപനമാണ് മഹാന്മാരായ പ്രവാചകന്മാർ നിർവഹിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മകുടോദാഹരണം. ആ പ്രവാചക ശൃംഖലയിലെ ഏറ്റവും ഔന്നിത്യമുള്ള വ്യക്തിത്വം, ലോകത്ത് ആധുനികതയുടെ നേതാവായി കടന്നു വന്ന മഹാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി നമുക്ക് പറയാണ്, പഠിപ്പിക്കുകയാണ് ജീവിതം എന്താണ്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുതരികയാണ്. അതെ, അവൻ സമീപസ്ഥനാണ്. എത്രത്തോളം മനുഷ്യ നിന്റെ കണ്ടനാടിയേക്കാൾ അള്ളാഹു നിന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ നീയുമായി ബന്ധപ്പെട്ടതെല്ലാം റബ്ബിനറിയാം. നിന്റെ പ്രശ്നം റബ്ബിനറിയാം. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ റബ്ബിന്റെ കയ്യിലുണ്ട്. പക്ഷേ ആ റബ്ബിനെ അറിഞ്ഞ് അവനോട് ചോദിക്കുന്ന മനസ്സ് നിനക്കുണ്ടാകണം. ആ റബ്ബിനോട് ചോദിക്കാൻ കഴിയണം നിനക്ക്, ആ റബ്ബിനോട് യാചിക്കാൻ കഴിയണം നിനക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ സകല മേഖലകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ, നടപ്പിൽ, ഇരിപ്പിൽ, കിടപ്പിൽ, എല്ലാ രംഗത്തും അങ്ങനെയാണ് അള്ളാഹനെ അറിയേണ്ടത്, അങ്ങനെ അള്ളാഹനെ ഉൾക്കൊള്ളേണ്ടത്. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴാണ് സലീമായ ഖൽബിന്റെ ഉടമയായി, സലാമത്തുള്ള ഖൽബിന്റെ ഉടമയായി ഒരാൾ മാറുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ രക്ഷപ്പെടുന്ന ഖൽബിന്റെ ഉടമ, അവന്റെ ഖൽബിന്റെ ടെൻഷൻ അല്ലാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ്. വേറൊരു ടെൻഷൻ അവനില്ല. മക്കളുടെ കാര്യം, അവർ വളർന്നു വലുതായി, പെൺമക്കളാണ്, ആ ടെൻഷൻ ഇല്ല. ബിസിനസ്, കച്ചവടം ഇല്ല, ടെൻഷൻ ഇല്ല. അല്ലാഹുവിന്റെ വിഷയത്തിലാണ് അവരുടെ ഹമ്മ മുഴുവനും. കാരണം അവർ അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്, റബ്ബിന് കൊടുക്കുന്നവരാണ്. അത്തഹിയാതു അൽ മുബാറകാതു ത്വയ്യിബ അസ്സലവാതു ത്വയ്യിബാതു ലില്ലാഹ്. അല്ലാഹുവേ സർവ്വ തിരുമുൽ കാഴ്ചകളും സർവ്വ നമസ്കാരങ്ങളും, അല്ലാഹുവേ സർവ്വ ത്വയ്യിബാത്തുകളും പരിശുദ്ധമായത് മുഴുവനും അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്, നിനക്കുള്ളതാണെന്ന് മനസ്സറിഞ്ഞ് പറയുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞില്ലേ, വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഖൽബ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഖൽബ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുമ്പോൾ മഹദി ആയിഷ ബീവി റസൂലുള്ളാഹിയോട് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ എന്തുകൊണ്ടാണ് അവരുടെ ഖൽബ് ഇങ്ങനെ വിറക്കുന്നത്? ഹുമുല്ലദീന യസ്നൂൻ വയസ്രിഖൂൻ, അവർ വ്യഭിചാരികളാണോ പ്രവാചക? അവർ മോഷ്ടാക്കളാണോ നബിയേ? അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ തോന്നിയാസത്തിൽ ജീവിക്കുന്നവരാണോ നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തില്ലേ, ലാ യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അവർ വ്യഭിചാരികളല്ല, മോഷ്ടാക്കളല്ല, കള്ളുകുടിയന്മാരല്ല. നേരെ മറിച്ച് ഹുമുല്ലദീന യസൂമൂന വയുസദ്ദിഖൂന വയുസല്ലൂന, അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, സദഖ നൽകുന്നവരാണ്, ആ രൂപത്തിൽ നല്ല ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ടെൻഷൻ, അവരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോ എന്ന ടെൻഷനാണ്, അവരുടെ സദഖ അല്ലാഹു സ്വീകരിച്ചോ എന്ന ടെൻഷനാണ്, അവരുടെ സംഘടനാ പ്രവർത്തനം അല്ലാഹു കബൂലാക്കിയോ എന്ന ടെൻഷനാണ്. അതുകൊണ്ട് ഖുലൂബുഹും വജ്ലത്തുൻ, അവരുടെ ഖൽബ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞില്ലേ ഖുർആൻ. അതുകൊണ്ട് ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ്, അവർ ടെൻഷൻ മുഴുവനും അല്ലാഹുവിന്റെ വിഷയത്തിലാണ്. വഹുബ്ബുഹു കുല്ലുഹു ലഹു, അവർ ഇഷ്ടം അല്ലാഹുവിന് വേണ്ടിയാണ്. വഖസ്ദുഹു ലഹു, അവന്റെ ലക്ഷ്യം അല്ലാഹുവാണ്. വബദനുഹു ലഹു, അവന്റെ ശരീരവും ആരോഗ്യവും അല്ലാഹുവിനാണ്. വഅമാലുഹു ലഹു, അവന്റെ കർമ്മങ്ങൾ റബ്ബിനാണ്. വനൗബുഹു ലഹു, അവൻ ഉറങ്ങുന്നത് പോലും അല്ലാഹുവിന് വേണ്ടിയുള്ള ഉറക്കമാണ്, ഉറക്കം പോലും അല്ലാഹുവിനാണ്. വയഖ്ലതുഹു ലഹു, ഉണർവും അല്ലാഹുവിനാണ്. എന്ന് പറഞ്ഞാൽ അതെ, ഏതെങ്കിലും ഒരാള് ഉറങ്ങാൻ പോകുമ്പോ മുഅ്മിനായ മനുഷ്യനാണ്
പോവുകയാണെങ്കിൽ പ്രവാചകൻ അവൻ വിളിച്ചു പറഞ്ഞ വാചകം അതെ പോയി മലന്ന് വീഴുന്നല്ല, പോയി ഉറങ്ങി വരൂ എന്നല്ല. നേരെ മറിച്ച് റസൂല് പറഞ്ഞില്ലേ മോനെ വുളു എടുത്തല്ലാതെ ഉറങ്ങല്ല. ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു വിളിച്ച് റസൂല് പറഞ്ഞില്ലേ നീ വിരിപ്പിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഫതവല്ലഉ വുളുഅക ലിസ്സലാഹ് ജുമഅക്ക് വുളു എടുത്തതുപോലെ വുളു എടുത്തിട്ടല്ലാതെ ഉറങ്ങല്ല മോനെ. അതേ നിസ്കരിക്കാൻ വുളു എടുക്കുന്നത് പോലെ വുളു എടുത്തിട്ടല്ലാതെ ഉറങ്ങല്ല മോനെ. വുളു എടുത്ത് വന്നിട്ട് അതേ വലത് ഭാഗം ചരിഞ്ഞ് കിടക്കണം മോനെ. എന്നിട്ട് ഒരുപാട് കാര്യം നീ സംസാരിച്ചില്ലേ അല്ലാഹു നാവ് കൊണ്ട്, ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞില്ലേ, ഒരുപാട് കഥകൾ പറഞ്ഞില്ലേ, ഒരുപാട് വിശേഷം പറഞ്ഞില്ലേ. ഇനി അവസാനമായി നീ സംസാരിക്കേണ്ടത് റബ്ബിനോടാണ്, അല്ലാഹുവിനോടാണ്. പടച്ചവനോട് അവസാനമായി സംസാരിച്ച മോനെ നീ ഉറങ്ങേണ്ടത്. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് വലത് ഭാഗം ചരിഞ്ഞ് കിടന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅതു ളഹ്രി ഇലൈക റഹബതൻ വറഗ്ബതൻ ഇലൈക ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഒരു ദിവസം 10,000 കണക്കിന് വാക്കുകൾ ഉച്ചരിച്ച നീ അവസാനമായി അല്ലാഹുവിനോട് സംസാരിച്ചുറങ്ങിക്കോ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ എന്റെ ശരീരത്തെ ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു നിന്റെ മുന്നിൽ. മാത്രമല്ല എന്റെ മുതുക എന്റെ പാർശ്വപിതാ വെച്ച് തന്നിരിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ എന്റെ പ്രതീക്ഷ നീയാണ് അല്ലാഹ്, എന്റെ അഭയം നീയാണ് അല്ലാഹ്, എന്റെ ഭയം നിന്നിലാണ് അല്ലാഹ്, നീ അല്ലാതെ മറ്റൊരു അവലംബമില്ല അല്ലാഹ്. ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ച ഖുർആനിൽ വിശ്വസിക്കുന്നവനാണ് അല്ലാഹ്. വബിനബിയിക അല്ലദീ അർസൽത, അന്തിമ റസൂലായി നീ പറഞ്ഞു വിട്ട മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്നവനാണ് അല്ലാഹ് എന്ന് പറഞ്ഞുറങ്ങിക്കോ. ആ ഉറക്കിൽ നിനക്ക് സൈലന്റ് അറ്റാക്ക് വന്നാൽ, ആ രാത്രിയിൽ അങ്ങ് നീ മരിച്ചു പോയാൽ ഒരു കുഞ്ഞ് മരിക്കുന്നത് പോലെ ശുദ്ധമായി നിനക്ക് മരിക്കാൻ കഴിയും, ശുദ്ധ പ്രകൃതിയിൽ നിനക്ക് മരിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ, അങ്ങനെ അല്ലാഹുവിനെ സമർപ്പിച്ചുറങ്ങുന്ന മനുഷ്യൻ അവൻ എഴുന്നേൽക്കുകയാണ് രാവിലെ. ഉറങ്ങുന്നവൻ ആ ഉറക്ക് വിട്ടിട്ടവൻ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണരേണ്ടവൻ അറിയാം, ഉണരേണ്ട സമയം അറിയാം. അത് മാർക്കറ്റിന്റെ ഷെഡ്യൂൾ അനുസരിച്ചല്ല, അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഷെഡ്യൂൾ അനുസരിച്ചല്ല, ശനിയും ഞായറും നോക്കിയല്ല. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. പാതിരാത്രിയിൽ അതേ മനുഷ്യർ മുഴുവനും പുതപ്പിനടിയിൽ പൂണ്ടിറങ്ങുന്ന നേരത്ത് ചില മനുഷ്യരിതാ എഴുന്നേറ്റ് വരികയാണ്. അവർക്ക് ബിസിനസിന്റെ തിരക്കുള്ളത് കൊണ്ടല്ല, അവർക്ക് മാർക്കറ്റ് പിടിക്കാനല്ല, അവർക്ക് ട്രെയിൻ പിടിക്കാനല്ല, നേരെ മറിച്ച് പാതിരാത്രികളിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ എഴുന്നേറ്റത് റബ്ബുമായി മുനാജാത്ത് നടത്താനാണ്, സുജൂദിൽ കിടക്കാനാണ്, റുക്കൂ ചെയ്യാനാണ്. രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും പൂണ്ടിറങ്ങുന്ന നേരത്ത് റബ്ബുൽ ആലമീനുമായി സംസാരിക്കാൻ, അല്ലാഹുമായി മുനാജാത്ത് നടത്താൻ എഴുന്നേറ്റ് വരുന്ന മനുഷ്യരെ കണ്ടില്ലയോ? എന്താണ് അവരുടെ പ്രത്യേകത? യഹ്ദറുൽ ആഖിറ, മനുഷ്യർ തുണിയില്ലാതെ വരുന്ന, ചെരുപ്പിടാതെ വരുന്ന, നഫ്സി നഫ്സി എന്ന് വിളിക്കുന്ന, ആഖിറത്തിന് ഭയപ്പെടുന്നവരാണ് അവര്. വയർജു റഹ്മത റബ്ബിഹി, പകൽമാന്യന്മാരല്ലവര്, നേരെ മറിച്ച് റഹ്മാനായ റബ്ബിന്റെ വജ്ഹിനെ കൊതിക്കുന്നവരാണ് അവര്, അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ് അവര്. അതുകൊണ്ട് തന്നെ അവർ ഉണർന്നു വരുന്നത് അവന്റെ അവന്റെ ഉണർച്ച പോലും അല്ലാഹുവിനാണ്. ഇത് പറഞ്ഞിട്ടല്ല പറഞ്ഞില്ലേ ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുമോ? അല്ലാഹുവിനെ അറിഞ്ഞവരും അറിയാത്തവരും സമമാകുമോ? റസൂലുള്ളാഹി അറിഞ്ഞവനും
അറിയാത്തവനും സമമാകുമോ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? ഇന്നമാ യതദക്കറുൽ അൽബാബ്. ചിന്തിക്കുന്നവനെ, തല ഉപയോഗിക്കുന്നവനെ കാര്യം തിരിയൂ എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉറക്കവും ഉണർച്ചയും അല്ലാഹുവിന് വേണ്ടി അവൻ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ആ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് അവനും ഇതാ മരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അൽ മൗതു ബഹറുൻ മൗജുഹു താഫിഹു യഗ്രിഖു ഫീഹിൽ മാഹിറു സാബിഹു. ആ മരണം എന്ന് പറഞ്ഞാൽ അലമാലകൾ അലയടിക്കുന്ന ഒരു സമുദ്ര സമാനമാണ്. യഗ്രിഖു ഫീഹിൽ മാഹിറു സാബിഹു. എത്രമാത്രം വിദഗ്ധനായ നീന്തൽക്കാരനാണെങ്കിൽ പോലും മരണമാകുന്ന തിരമാലകൾ ഇങ്ങ് ആഞ്ഞടിക്കുമ്പോ അതെ ആ മനുഷ്യനെ ആ തിരമാലകൾ മുക്കിക്കൊല്ലുക തന്നെ ചെയ്യും. ഈ രൂപത്തിൽ ആ മനുഷ്യൻ മരണത്തിന്റെ മുന്നിലെത്തുമ്പോ അവന്റെ അടുക്കിലേക്ക് മാലാഖകൾ വരികയാണ്, മലക്കുകൾ വരികയാണ്, തലഭാഗത്തിരുന്ന് വിളിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ മുവഹിദേ, ഓ മുജാഹിദേ, തൗഹീദ് പറഞ്ഞവനെ, തൗഹീദിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവനെ, 1000 വട്ടം തൗഹീദ് അല്ലാഹുവിന് വേണ്ടി ഉറക്കെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞവനെ, മരിക്കാൻ വേണ്ടിയാണ്, ആ വിളി കേൾക്കാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടിയാണ് ആ തൗഹീദ് ഉറക്കെ നീ പറഞ്ഞതെങ്കിൽ ഉറപ്പിച്ചു നിർത്തൂ നിന്റെ മക്കളെ, അടുത്ത തലമുറയെ തൗഹീദിന്റെ മാർഗത്തിൽ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന വിളി കേൾക്കാൻ. ഓ സംതൃപ്തമായ ആത്മാവേ, ഓ സമാധാനം അടഞ്ഞ ആത്മാവേ, ഒരു മുവഹിദിന്റെ സമാധാനം എവിടെയാണ്? ഒരു മുജാഹിദിന്റെ സമാധാനം എവിടെയാണ്? ഒരു കേന്നമുകാരന്റെ സമാധാനം എവിടെയാണ്? ഒരു ഐഎസ്എമ്മുകാരന്റെയും എംഎസ്എമ്മുകാരന്റെയും എംജിഎമ്മുകാരിയുടെയും സമാധാനം എവിടെയാണ്? തൗഹീദിലല്ലാതെ നമുക്ക് സമാധാനമുണ്ടോ? അല്ലാഹുവിലല്ലാതെ സമാധാനമുണ്ടോ? അല്ലാഹുവിൽ സമാധാനം അടഞ്ഞ മനുഷ്യരെ വിളിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അല്ലാഹുവിലേക്ക് വരൂ, റബ്ബിലേക്ക് വരൂ, അല്ലാഹുവിലേക്ക് വരൂ വിളിയാണ്. റബ്ബിലേക്ക് വരൂ എന്ന വിളിയേക്കാൾ സന്തോഷകരമായ ഒരു വിളിയുണ്ടോ സഹോദരങ്ങൾ? ഒരു മുഅ്മിനിന്, ഒരു മുവഹിദിന് മരണത്തെക്കാൾ വലിയ നല്ല അവസ്ഥയുണ്ടോ? കാരണം അവൻ പോകുന്നത് റബ്ബുൽ ആലമീനിലേക്കാണ്. അവന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ്, അവന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ടാണ്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹുവിന്റെ ഇൻവിറ്റേഷൻ, ആ കത്ത് കിട്ടുകയാണ് മരണം. അതുകൊണ്ട് തന്നെ അവന് ഭയമില്ല, പേടിക്കേണ്ടതില്ല, ആശങ്ക വേണ്ട. അതുകൊണ്ടാണല്ലോ അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ലാഹ് ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ നടന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഫിലോസഫിയുടെ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച ആളാണ് അദ്ദേഹം. പക്ഷേ അവസാനം അദ്ദേഹം സലഫുകളുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ആ യഥാർത്ഥമായ മാർഗം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ മനുഷ്യനാണ് അബൂ ഹാമിദുൽ ഗസാലി. ആ അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ലാഹ് മരിക്കാൻ കിടക്കുന്ന വേളയിൽ ഒരു പേന കൊണ്ടുവരാൻ പറയുകയാണ്, ഒരു പേപ്പർ കൊണ്ടുവരാൻ പറയുകയാണ്. അതേ നിരവധി അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ലാഹ് അവസാനം തന്റെ കയ്യിലേക്ക് പേനയും പേപ്പറും കൊടുക്കുമ്പോ അതിൽ എഴുതി വെക്കുകയാണ്, കുല്ലി ഇഖ്വാനിൻ റൗനി മൈത ഫബകൗനി വറസൗലി ഹസനാ أتظنون بأني ميتكم ليس ذاك الميت والله أنا. എന്റെ അവസാന നിമിഷങ്ങളാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ റൂഹ് തൊണ്ടക്കുഴെത്താറായി കൊണ്ടിരിക്കുകയാണ്, ഞാൻ പിടഞ്ഞു മരിക്കാൻ പോവുകയാണ്. ഗസാലി മരിച്ചെന്നറിയുമ്പോൾ എന്റെ സഹോദരങ്ങൾ ഇങ്ങോട്ട് ഓടി വരും. എന്തിനാ അവര് വരുന്നത് എന്നറിയോ? എന്നെ കണ്ട് കരയാൻ വരുന്നവരാണവര്, എന്നെ കണ്ട് നെടുവീർപ്പിടാൻ വരുന്നവരാണവര്. ഈ അബൂ ഹാമിദുൽ ഗസാലിയെ സ്നേഹിച്ച മനുഷ്യർ വന്നിട്ട് കരയാൻ വരികയാണ്.
ഗസാലി മരിച്ചറിഞ്ഞ് കരയാൻ വരികയാണ്. കാരണം അവർ കരുതിയത് അതദുന്നൂന ബിഅന്നീ മൈതുകും ലൈസ ദാകൽ മൈതു വല്ലാഹി അനാ, എങ്കിൽ ഞാൻ മരിച്ചെന്നറിയുമ്പോൾ എന്റെ ചുറ്റും വന്ന് കരയാൻ നിൽക്കുന്നവരോട് അഡ്വാൻസ് ആയി ഞാൻ പറയട്ടെ, നിങ്ങൾ കരുതുന്നത് പോലെ വെറും ഒരു മയ്യിത്തല്ല ഞാൻ. വല്ലാഹി അന, അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ മയ്യിത്തല്ല. അന ബിസ്സൂരി വഹാദാ ജസദി കാന ബൈതി വഖമീസി സമനാ. ഇതെന്റെ കേവലം ഒരു കൂട് മാത്രമാണ്, ഒരു പക്ഷി കിടന്ന കൂട് പോലെയുള്ള ഒരു കൂട് മാത്രമാണ്, ഒരു അസ്ഥികൂടം മാത്രമാണ്. അതെന്റെ വീടാണ്, ഇതെന്റെ കോട്ടാണ്. എന്നാൽ അന ഉസ്ഫൂറുൻ വഹാദാ ഖഫസി തുർതു മിൻഹു വബഖി മുർതഹനാ. കൂട് വിട്ടു മാറിയ കുരുവിയാണ് ഞാനിപ്പോൾ സ്വതന്ത്രനായിട്ടുണ്ട്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഏതൊരുത്തന്റെ ഏകത്വമാണോ ഞാൻ വിളിച്ചു പറഞ്ഞത്, ഏതൊരുത്തന്റെ പ്രീതിക്ക് വേണ്ടിയാണോ ഞാൻ സുജൂദിൽ കിടന്നത്, ഏതൊരുത്തന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ ഞാൻ തലകുനിച്ചു നിന്നത്, ഏതൊരുത്തിന് വേണ്ടിയാണോ എന്റെ സമ്പത്തും എന്റെ ആരോഗ്യവും ഞാനുമായി ബന്ധപ്പെട്ടത് മുഴുവനും ചെലവഴിച്ചത്, ആ റബ്ബിലേക്ക് സ്വതന്ത്രനായി ഞാൻ പറക്കുകയാണ്. അഹ്മദുല്ലാഹല്ലദീ ഖല്ലസനീ വബനാലി ഫിൽ മആനി സാകനാ. ആ റബ്ബുൽ ആലമീനായ അല്ലാഹു എന്നെ സ്വതന്ത്രനാക്കിയതിന്റെ പേരിൽ ഞാൻ റബ്ബിന് ഹംദ് പറയുന്നു, അല്ലാഹുവിന് സ്തുതി പറയുന്നു. അവന്റെ ഉന്നതമായ ഇടത്തിൽ, ആ ഇടത്തിൽ സ്വർഗത്തിൽ ഇടം കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ മയ്യിത്തിന്റെ അടുത്ത് വന്ന് ദുഃഖിക്കാൻ ആരും നിൽക്കണ്ട. കാരണം മുവഹിദായി ജീവിച്ച് മുവഹിദായി മരിക്കുന്നവൻ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ജീവിതത്തെക്കാൾ വലുത് മരണമാണ്. ജീവിക്കുവാൻ ഓടിയതിനേക്കാൾ വലിയ ഓട്ടം മരിക്കാനുള്ള ഓട്ടമാണ്. സ്വാലിഹായ മരണത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തിനിടയിൽ ദുനിയാവിലെ കുപ്പിച്ചില്ലുകളോ, ദുനിയാവിലെ ആക്ഷേപങ്ങളോ, ദുനിയാവിലെ വേദനകളോ, ദുനിയാവിലെ രോഗങ്ങളോ തടസ്സമല്ല. നേരെ മറിച്ച് കിട്ടേണ്ടത് അതേ ഫറോവയുടെ കൊട്ടാരത്തിൽ വളരാൻ ഭാഗ്യം കിട്ടിയിട്ട് വേണമെങ്കിൽ അതേ കോടാന കോടി സ്വത്തിന്റെ ഉടമയായ ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫറോവയുടെ ആജ്ഞാനുവർത്തിയായി, ഫറോവയുടെ രാജ്ഞിയായി ദുനിയാവിന്റെ സർവ്വ സുഖലോലുപതയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ അവസരമുണ്ടായിട്ടും, അതേ ഫറോവയുടെ ഭാര്യയാകാൻ അവസരം കിട്ടിയിട്ടും, ഈജിപ്തിന്റെ ഭരണാധികാരിയായി രാജ്ഞിയായി വാഴാൻ അവസരം കിട്ടിയിട്ടും ഒരു പെണ്ണതാ കിടക്കുകയാണ്. കയ്യിൽ അതേ ആണിയടിക്കപ്പെട്ട നിലയിൽ, കാലിൽ ആണിയടിക്കപ്പെട്ട നിലയിൽ കുരിശിലിങ്ങനെ കിടക്കുകയാണ് ഒരു പെണ്ണ്. രാജ്ഞിയായി ജീവിക്കേണ്ട പെണ്ണ്, ദുനിയാവിലെ സർവ്വ സുഖങ്ങളും ആസ്വദിക്കേണ്ട പെണ്ണ്, അതേ കൊട്ടാരത്തിലെ എല്ലാ സുഖലോലുപതകളും ആസ്വദിക്കേണ്ട പെണ്ണ്. ആ പെണ്ണിനെ ചൂണ്ടി അല്ലാഹു പറഞ്ഞില്ലേ, വറബല്ലാഹു മസലൽ ലില്ലദീന ആമനൂ. ലോകത്ത് മുഅ്മിനുകളായ മനുഷ്യരെ നിങ്ങൾക്കൊരു മാതൃകയെ ഞാൻ കാണിച്ചു തരാം. അവർ കൊട്ടാരത്തിലെ പട്ടുമത്തയിലല്ല, നേരെ മറിച്ച് കൊട്ടാരത്തിലെ കുരിശിൽ കയ്യിൽ ആണി തറക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. കയ്യിൽ ആണി തറച്ച് കിടക്കുകയാണ്, കാലിൽ ആണി തറച്ച് കിടക്കുകയാണ്, അടിയും ഇടിയും ചവിട്ടുമേക്കുകയാണ്, വാരിയെല്ലുകൾ പൊട്ടിപ്പോവുകയാണ്, വായിൽ നിന്ന് ചോര പുറത്തേക്ക് തുപ്പുകയാണ്. ആ സമയത്തും അവിടെ കിടന്നവര് പറഞ്ഞില്ലേ, റബ്ബി ബിനിലി ഇൻദക ബൈതൗ ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്ക് വേണ്ടത് ദുനിയാവിലെ കൊട്ടാരമല്ല, അല്ലാഹുവേ ദുനിയാവിലെ പട്ടുമത്തയല്ല. ഞാൻ ആഗ്രഹിച്ചാൽ അത് മുഴുവനും എന്റെ കാൽച്ചുവട്ടിലുണ്ടല്ലോ, ഞാൻ ഫറോവയുടെ ഭാര്യയാണല്ലോ. പക്ഷെ അവര് പറയുന്നു, അല്ലാഹ് എനിക്ക് വേണ്ടത് ഇൻദക ബൈതൗ ഫിൽ ജന്ന. നിന്റെ സ്വർഗത്തിലിടമാണ്, സ്വർഗത്തിലെ ഭവനമാണ്, നിന്റെ അടുക്കലുള്ള ഭവനമാണ്. ആ പ്രാർത്ഥന കണ്ടിട്ട് ഉലമാ പറഞ്ഞുപോയി, പണ്ഡിതന്മാര് പറഞ്ഞുപോയി, ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ. മഹദിയുടെ പ്രാർത്ഥന കേട്ടില്ലയോ? മഹദി ദുആ ചെയ്തത് കേട്ടില്ലയോ? ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ. അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഇടം തരണേ എന്നല്ല, സ്വർഗ്ഗത്തിൽ വീട് തരണേ എന്നല്ല, അല്ലാഹുവേ ഇൻദക ബൈതൗ ഫിൽ ജന്ന. നിന്റെ അടുക്കൽ എനിക്ക് വീട് വേണം അല്ലാഹ്. ജല്ല ജലാലായ നിന്റെ അടുക്കൽ എനിക്ക് വീട് വേണം അല്ലാഹ്. മലിക്കുൽ മുലൂക്കായ നിന്റെ അടുക്കൽ എനിക്ക് വീട് വേണം അല്ലാഹ്. നിന്നെ
കാണുന്ന അവസ്ഥയിൽ എനിക്ക് ജീവിക്കണമല്ല. നിന്റെ വജ്ഹ് അതേ ആ 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ സുന്ദരമായി കണ്ടു ജീവിക്കാൻ അവസരം വേണമല്ല. അതാണ് ഇഖ്താറത്തിൽ ജാറ ഖബലദ്ദാർ. വീട് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അയൽവാസിയെ മഹദി തെരഞ്ഞെടുത്തു, ജാറിനെ മഹദി തെരഞ്ഞെടുത്തു. അത് റബ്ബ് തആലയാണ്, അല്ലാഹുവാണ്. ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എനിക്ക് വീട് തരണം, സ്വർഗ്ഗത്തിൽ എനിക്ക് ഭവനം തരണം. അതെവിടെ? ഇൻദക്, നിന്റെ അടുക്കൽ. കൊട്ടാരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അധ്വാനിച്ചത്, പണിയെടുത്തത് അള്ളാഹുവിലേക്കുള്ള യാത്രക്ക് വേണ്ടിയാണ് ഒരുങ്ങിയത്. റബ്ബിലേക്കുള്ള യാത്ര, അല്ലാഹുവിലേക്കുള്ള യാത്ര. അവിടേക്കാണ് റബ്ബ് വിളിച്ചത് ഫഫിറൂ ഇലല്ലാഹ്. ശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു ഫഫിറൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലൂ, അല്ലാഹുവിലേക്ക് ഓടി വരൂ, അല്ലാഹുവിലേക്ക് ഓടി വരൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു തന്ന സുന്ദരമായ വഴിയാണ്. അതുകൊണ്ടൊരു കുറവുണ്ടാവോ? മോഡേൺ ആകാതിരിക്കോ? അങ്ങനെ ചില ആളുകൾ ഇതൊക്കെ സ്വീകരിച്ചാൽ ഒരു പഴഞ്ചനായി പോവോ? സമൂഹം അംഗീകരിക്കാത്ത ഒരു മോസ്റ്റ് മോഡേണിസ്റ്റായി അംഗീകരിക്കാതെ പോവോ? അറിയാത്തത് കൊണ്ടാണ്, മുഹമ്മദ് റസൂൽ അറിയാത്തത് കൊണ്ടാണ്. ഇത് തെരഞ്ഞെടുത്തതിന്റെ പേരിൽ ഒരു കുറവും ദുനിയാവിൽ സംഭവിക്കാനില്ല. ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉയർച്ചയുള്ള പേഴ്സണാലിറ്റി, ഏറ്റവും ഉന്നതനായ വ്യക്തിത്വമായി മാറും തൗഹീദുള്ളവൻ. അമ്പിയാക്കൾ വഴി സ്വീകരിച്ചാൽ ഒരിക്കലും പുറകോട്ട് വരും. ചില ആളുകൾക്ക് പേടിയതാണ്, ഞാൻ ഹദീസ് സ്വീകരിച്ചാൽ, റസൂലുള്ളാഹിയെ സ്വീകരിച്ചാൽ ഞാൻ ഒരു അറുപിന്തിരിപ്പനായി പോകോ? ഇല്ല, അറുപിന്തിരിപ്പനായി പോകൂലെന്ന് മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും ഉന്നതമായ വ്യക്തിത്വത്തിന്റെ, ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ പ്രതീകമായി മാറാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എത്രയോ മനുഷ്യർ കഴിഞ്ഞുപോയി, എത്രയോ ആളുകൾ കഴിഞ്ഞുപോയി. ആ കഴിഞ്ഞുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെല്ലാം രംഗത്ത് അവരുടേതായ ഇടപെടലുകൾ നടത്തി, പേരെടുത്തു. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവച്ചു വെക്കാൻ ലോകത്തെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിച്ചോ? സാധിച്ചിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ കഴിഞ്ഞുപോയി. സയൻസിൽ, ശാസ്ത്രരംഗത്ത് വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. സർ ഐസക് ന്യൂട്ടൻ കടന്നുപോയി, ഈസാ നബി കടന്നുപോയി, അലക്സാണ്ടർ ദി ഗ്രേറ്റ് കടന്നുപോയി. അങ്ങനെ ലോകത്ത് എത്രയോ മനുഷ്യർ കടന്നുപോയി. പക്ഷേ മാനവ ചരിത്രത്തിന്റെ ഔന്നത്യങ്ങൾ നേടിയെടുത്ത വ്യക്തിത്വങ്ങളെ റാങ്കിങ് ചെയ്യാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചു. ചെറിയ ആളല്ല, ഏതെങ്കിലും മൂലക്കിരുന്നു കൊണ്ട് പുസ്തകം എഴുതി കാശാക്കുന്ന ആളല്ല. നേരെ മറിച്ച് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് ആസ്ട്രോഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തയാൾ. ചില ആളുകൾ പറയും ഏതെങ്കിലും മൂലക്കിരുന്ന് ബുക്ക് എഴുതുന്ന ആളുകൾ അല്ല. ആസ്ട്രോഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തു അദ്ദേഹം പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന്. മാത്രമല്ല നാസയിൽ അദ്ദേഹം ഗവേഷകനായി, നാസയിലെ സയന്റിസ്റ്റായി. മാത്രമല്ല ടെക്സാസിലെ ട്രിനിറ്റി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറായി അദ്ദേഹം. ഇതൊക്കെയുള്ള ഈ ക്വാളിഫൈഡ് ആയ മനുഷ്യൻ അദ്ദേഹം ലോകത്ത് പ്രസിദ്ധിയാർജിച്ച 100 ആളുകൾ, റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി, മാനവ ചരിത്രത്തിൽ ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ കടന്നുപോയ 100 ആളുകൾ റാങ്കിങ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ, 2nd, 3rd എന്നിങ്ങനെ റാങ്ക് കൊടുക്കാൻ തീരുമാനിച്ചു അദ്ദേഹം. അങ്ങനെ തീരുമാനിച്ചപ്പോ മനസ്സിലാക്കണം, കൂട്ടത്തിൽ ഐൻസ്റ്റീൻ ഉണ്ട്, സീസറുണ്ട്, അപ്രകാരം തന്നെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഉണ്ട്. അദ്ദേഹം തന്നെ വിശ്വസിക്കുക അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, മൈക്കൽ ജിഹാദ് ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനി അദ്ദേഹം ദൈവപുത്രനായി കൊണ്ടു നടക്കുന്ന യേശുവുണ്ട്. യേശുവിന് കിട്ടിയത് 3-ാം റാങ്കാണ്. യേശുവിന് കിട്ടിയത് 3-ാം റാങ്കാണ്. 2nd റാങ്ക് കിട്ടിയ ആള് നമ്മുടെ ഗ്രാവിറ്റിയെ കുറിച്ച് കണ്ടുപിടിച്ച പറഞ്ഞ സർ ഐസക് ന്യൂട്ടനാണ്. 2ാം റാങ്ക് കിട്ടിയ ആള്. 1-ാം റാങ്ക് കിട്ടിയ ആൾ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ട് ക്രൈസ്തവനായ, ആസ്ട്രോഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ, നാസയിലെ സയന്റിസ്റ്റായ, ട്രിനിറ്റി സർവകലാശാലയിലെ ഫിസിക്സ് പ്രൊഫസറായ അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചു, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് മേ സർപ്രൈസ് സം റീഡേഴ്സ് ആൻഡ് മേ ബി ക്വസ്റ്റ്യൻഡ് ബൈ അതേഴ്സ്. പലപ്പോഴും ഇത് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ പല ആളുകൾക്കും സംശയം തോന്നിയേക്കാം.
ഒരുപക്ഷെ ഇത് സർപ്രൈസായി മാറിയേക്കാം, അത്ഭുതകരമായി തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് ലോകത്തെ സ്വാധീനിച്ച, ലോകത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞ വ്യക്തികളിൽ ഒന്നാം റാങ്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകുന്നത് എന്നതിൽ പല ആളുകൾക്കും സംശയം തോന്നിയേക്കാം. പക്ഷെ അതിന് ഉത്തരം ഞാൻ അഡ്വാൻസ് ആയി പറയാം. But he was the only man in history who was supremely successful on both the religious and secular level. മതരംഗത്തും മതേതര രംഗത്തും ഒരുപോലെ വിളങ്ങിയ ഒരു വ്യക്തി ലോകത്ത് ജീവിച്ച് കടന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഐൻസ്റ്റീൻ ഉണ്ടാവും, സയൻസിലാണ്.